വെൽക്കം ടു മൈ റൊട്ടീൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സുഖമാണ്. ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ, ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞാൻ ലിവിങ് ഹാള് ക്ലീൻ ചെയ്യണതും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്നും നമ്മൾ ചെയ്യുന്ന ജോലികളുള്ള ചില ഭാഗങ്ങളും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ആക്കുക. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോസ് ഒന്ന് പോയി കണ്ട് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ തോരനിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, തൊലിയൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ കൈ വെച്ചിട്ട് അരിഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് നേരം വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചോപ്പറിലിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. ക്യാരറ്റൊക്കെ എല്ലാവരും തോരൻ ഉണ്ടാക്കണത് തന്നെ. ഇതിപ്പോൾ ഇത്ര അല്ലാണ്ട് കാണിക്കാനുണ്ടോ എന്ന് വിചാരിക്കരുത്. ഞാനിത് ക്യാരറ്റല്ല തോരൻ ഉണ്ടാക്കുന്നത്. ശരിക്കും ക്യാരറ്റിലൂടെ വാഴങ്കൂമ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. വാഴങ്കൂമ്പ് മുറിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട്. ഇത് നല്ല കറ ഉണ്ടാവുമല്ലോ, നമ്മൾ പച്ചക്കായൊക്കെ മുറിച്ചിടുമ്പോൾ നല്ല കറ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഈ വാഴങ്കൂമ്പ് മുറിക്കുമ്പോഴും നല്ല കറയുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇളം ചൂടുള്ള കഞ്ഞി വെള്ളത്തിലേക്കാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. എന്നാൽ പിന്നെ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. വാഴങ്കൂമ്പ് എടുക്കുമ്പോൾ അതിൻ്റെ കാപ്പി കളറിലുള്ള തൊലികളൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ലാസ്റ്റ് ഉള്ളിൽ വരുന്ന വെളുത്ത ഭാഗം മാത്രമാണ് എടുക്കണുള്ളൂ. കാപ്പി കളറായിട്ടുള്ള ഭാഗമൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. അതൊക്കെ പെടുമ്പോഴൊരു ബലക്കരം, ഉള്ളിലുള്ള ഭാഗം മാത്രമേ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ, അരിയുമ്പോഴേ അറിയൂ കേട്ടോ. അപ്പോൾ ആ കാപ്പി കളറുള്ള ഭാഗമൊക്കെ ഒഴിവാക്കുകയാണ്. ഇതുപോലെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പോളകൾ ഇങ്ങനെ അടർത്തിയെടുക്കാൻ കഴിയും കേട്ടോ. ഞാൻ 2 വാഴങ്കൂമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വാഴങ്കൂമ്പും അരിഞ്ഞുണ്ടാക്കുമ്പോഴും കുറച്ചേ ഉണ്ടാവുള്ളൂ. വാഴങ്കൂമ്പ് പൊളിക്കണതിന് മുന്നേ വലിയതായിട്ട് തോന്നിക്കും, അപ്പോൾ ഒന്നൊക്കെ മതിയാവുമെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലേക്ക് എത്തുമ്പോഴേക്കും സംഭവം ചെറുതേക്കാരം കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ 2 എടുത്തിട്ടുണ്ട്. അങ്ങനെയാലും 2 തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇതിപ്പോൾ കണ്ടോ, നല്ല ചെറിയതാണ് കേട്ടോ. ഈ വാഴങ്കൂമ്പിന് മാണിത്തട്ടെന്നും പേര് പറയും. ഞങ്ങളിവിടെ അധികം മാണിത്തട്ടെന്നാണ് പറയാറ്. ഇപ്പോൾ അത് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വാഴങ്കൂമ്പെന്ന് പറയണത്. ഈ ഒരു വാഴങ്കൂമ്പിൻ്റെ തൊലി ഞാനൊരു കവറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിൽ കവർന്ന് കൊട്ടി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കവറിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നല്ല കറയുണ്ട് കേട്ടോ, നല്ല കറ വെച്ചാൽ നല്ല കറയുണ്ട്. കട്ടിങ് ബോർഡ് മേലൊക്കെ ഇതിൻ്റെ കറ ഒറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ കറ. ഇനിയിപ്പോൾ ഇത് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം. കയ്യിൽ വെച്ചിട്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ കയ്യിൽ വെച്ചിട്ട് അരിയാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കൊഴിഞ്ഞ് ചാടുകയാണ്. അപ്പോൾ ഞാൻ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് തന്നെ അരിയാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് അരിഞ്ഞിട്ട് നേരെ കഞ്ഞിവെള്ളത്തേക്ക് ഇട്ട് കൊടുക്കണം. നല്ല കറയുണ്ട്, അല്ലെങ്കിൽ കറുത്ത് പോകും കേട്ടോ ഈ ഒരു വാഴങ്കൂമ്പും അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു വാഴങ്കൂമ്പ് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുറത്തിരുന്നിട്ട് കറുത്ത് പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മളിതിപ്പോൾ എങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാലും കറുത്ത കളറായി മാറും. എന്നാലും നല്ലോണം കറക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കണില്ല. ഞാനിതാ 2 വാഴങ്കൂമ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തത് അരിഞ്ഞപ്പോഴേക്കും ഫസ്റ്റത്തെ തന്നെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം കഴുകിയിട്ട് ഇതിനുള്ളിൽ നാരുണ്ടാവും. എണ്ണിത്തണ്ടൊക്കെ നാര എടുക്കുമല്ലോ ഇങ്ങനെ ചുറ്റിച്ചിട്ട്, അതുപോലെ നാര എടുക്കണം കേട്ടോ. അപ്പോൾ നാരൊക്കെ എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു പോയിട്ടോ. പെട്ടെന്ന് തന്നെ വേറെ എന്തോ ഒരു ശ്രദ്ധയിൽ അങ്ങനെ ആ ഒരു വീഡിയോ എടുക്കാൻ മറന്നു പോയി. അങ്ങനെ ഞാനിതാ നാരൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓയിലൊക്കെ ചൂടാക്കിയിട്ട് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ലാസ്റ്റ് കടുക് പൊട്ടിച്ചിട്ട് പാരാൻ നിൽക്കണ്ട, ആ ഒരു പണി ലാഭം കിട്ടും. മറ്റേതിങ്ങനെ വേവിച്ചിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് കണ്ട ആ ഒരു ചട്ടിയിൽ തന്നെ അങ്ങനെ വേവിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം ലാഭിക്കാം. അങ്ങനെ ഞാനിതാ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള വാഴങ്കൂമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റിനും വാഴങ്കൂമ്പിനൊന്നും അധികം വേവില്ല കേട്ടോ, അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ ആവിയിൽ കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടും. കുക്കറിൽ ഇട്ട് കൊടുക്കുക ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ വിചാരിക്കും ക്യാരറ്റിനും വാഴങ്കൂമ്പിനൊക്കെ നല്ലോണം വേവുണ്ടാവും, ക്യാരറ്റൊക്കെ കുറേ ടൈം എടുത്ത് വേവിച്ചെടുക്കുക തന്നെ വേണമെന്ന് വിചാരിക്കും. പക്ഷേ ക്യാരറ്റൊന്നും അധികം വേവില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇത് ചെറുതാക്കിയിട്ടാണ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വേഗം ആയി കിട്ടും കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു റെസിപ്പി ആയിട്ട് കാണിക്കണതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് ഫുള്ളായിട്ടൊന്നും കാണിക്കാണ്ട് ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഇതാ ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലോണം മിക്സാക്കി എടുക്കുന്നത്. പിന്നെ ക്യാരറ്റും ഈ വാഴക്കൂമ്പും കൂടെ നല്ലോണം മിക്സായി കിട്ടും വേണമല്ലോ. അങ്ങനെ നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സൈഡിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ നിന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അരമുറി തേങ്ങ ചിരകിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത്. അരപ്പൊക്കെ റെഡിയാക്കി എടുത്തപ്പോഴേക്കും വാഴക്കൂമ്പും ക്യാരറ്റൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തോരനൊക്കെ വെക്കുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ജീരകം ചേർത്തിട്ടില്ലെങ്കിൽ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് തോരൻ. എന്ത് തോരനാണെങ്കിലും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ അരപ്പ് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇതിൽ വെള്ളം നനവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വറ്റി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് തേങ്ങ അധികമൊന്നും വെന്ത് കിട്ടാനൊന്നുമില്ല കേട്ടോ. തോരനാകുമ്പോൾ ഡ്രൈ ആയിട്ടാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തെ നമ്മൾ ആ തോരന് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരന്. ക്യാരറ്റ് ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയുള്ളവർക്കും അതുപോലെ വാഴക്കൂമ്പ് ഒറ്റയ്ക്ക് കഴിക്കാൻ മടിയുള്ളവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇഷ്ടമാവും കേട്ടോ. ചിലർക്ക് ക്യാരറ്റ് ഇഷ്ടമാവും, ചിലർക്ക് വാഴക്കൂമ്പ് ഇഷ്ടമാവുണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സാക്കി ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും കൂടെ മിക്സായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുക്കളത്തെ ബാക്കിയുള്ള ജോലികളും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അയല കറി വെക്കും, അയല പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരിയായിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം റേക്കോളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ലിവിങ് ഹാളൊന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഓരോ മാസം ആകുമ്പോഴേക്കും ഇതുപോലെ മാറാലകളൊക്കെ ഒന്ന് തട്ടിയിട്ട് ക്ലീനാക്കി എടുക്കും. അല്ലെങ്കിൽ നല്ലോണം മാറാല കെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിവിനനുസരിച്ചിട്ട് ഇങ്ങനെ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീനാക്കി എടുത്താൽ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ മക്കൾ ഉള്ളിടത്ത് വീട് വൃത്തിയായിട്ടിരിക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഞങ്ങളെ വീടും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ നല്ലോണം പരത്തും, ചുമരൊക്കെ ആകെ അഴുക്കായിട്ട് നാശമൊക്കെ എടുക്കുകയാണ്. അതൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല. അതൊക്കെ നനച്ചുള്ളി ഉണ്ടാവുന്ന ടൈമിൽ കഴുകിയെടുക്കും. എന്നാലും കഴുകിയിട്ട് പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഒരതി കഴുകിയിട്ട്. ഇപ്പോൾ ഞാൻ ചുമരൊന്നും അങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല കേട്ടോ. കാരണം തുടച്ചിട്ട് കാര്യമില്ല, പെയിൻ്റ് ഇങ്ങനെ പോകുക എന്നല്ലാണ്ട് മക്കളെ ദുൽമിനി അതൊരു കുറവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു പണി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഒരു പെയിൻ്റ് അടിക്കുമ്പോൾ ക്ലീൻ ആക്കട്ടെ, അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് നനച്ചുള്ളിയൊക്കെ വരുന്ന ടൈമിൽ അത് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തുടച്ച് പോകും. അങ്ങനെ ഞാനെന്താ കർട്ടൻ്റെ ഇടയിലൊക്കെ മാറാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഞെറിയുടെയും ഉള്ളിൽ ഇങ്ങനെ മാറാല കെട്ടി നിൽക്കും. അതൊക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ ഇങ്ങനെ തട്ടി കൊടുക്കലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിപ്സം സീലിംഗ് ചെയ്തതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കണുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കയറി വരുമ്പോൾ എല്ലാവരും കാണുന്നൊരു ഭാഗമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീനാക്കി എടുക്കും. ഈ ഒരു മാറാലത്തട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫാനമത്തെ പൊടിയും കളയണത്. അല്ലെങ്കിൽ ഞാൻ ലാഡർ വെച്ചിട്ട് കയറിയിട്ട് തുടച്ചെടുക്കാറാണ്. ഇപ്പോൾ തുടക്കാൻ മാത്രമുള്ള ചളിയൊന്നുമില്ല. ഇതിൻ്റെ ഒരു സൈഡിൽ കാണുന്നത് പെയിൻറ്റ് പോയിട്ട് തുരുമ്പ് പിടിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ചളിയൊന്നുമല്ല, കറുപ്പായിട്ട് കാണിക്കുന്നത് അതാണ്. ഇന്നിപ്പോൾ ഞാൻ ലിവിങ് ഹാൾ ക്ലീൻ ആക്കുന്നതിന് മുന്നേ ഒരു റൂമും കൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്ലീൻ ആക്കുമ്പോഴൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഭാഗം കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് റൂം ക്ലീൻ ആക്കുന്നത് കാണിച്ചിട്ടില്ല. ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഓരോന്നും ചെയ്യും കേട്ടോ. ഇപ്പോൾ മക്കൾ വീട്ടിലില്ലെങ്കിലും കൂടിയിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ക്ലീനിങ്ങിനുള്ള ടൈമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉള്ള ടൈമിനനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കും. അങ്ങനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്. ഈ ഒരു ഷോക്കേസിലിരിക്കണത് അധികമൊന്നും ആരും വെക്കാത്ത 2 സംഭവങ്ങളായിക്കാരം. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന 2 ഫ്ലാസ്ക് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇളകിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുമാരിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെയല്ലോ ഷോക്കേസിൽ വെക്കാമെന്ന് വിചാരിച്ചു.
കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഗോൾഡൻ കളറും സിൽവർ കളറും ആയിട്ട് നല്ല ഭംഗിയുണ്ടിട്ട് കാണാൻ. നമ്മൾ മലയാളികളെ ഒരു സ്ഥിര സ്വഭാവക്കാരം കാണാൻ കുറച്ച് ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഷോക്കേസിൽ കയറ്റി വെക്കും. അത്ര എല്ലാതും കയറ്റി വെക്കണില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയുള്ളത് കുറച്ചൊക്കെ കയറ്റി വെക്കും കേട്ടോ. ആ ഒരു സ്വഭാവം എനിക്കും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ഷോക്കേസിന് അങ്ങനെ വെറുതെ വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറ്റി വെക്കും കേട്ടോ. ആദ്യം ഇതിൽ കുറച്ച് ഫ്ലവർ വൈസൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് മാറ്റിയിട്ട് കുട്ടികളെ സമ്മാനം കിട്ടിയിട്ടുള്ള മെഡലും ട്രോഫികളൊക്കെ വെക്കാൻ നോക്കി കേട്ടോ. പിന്നെ ട്രോഫികളൊക്കെ എണ്ണം കൂടിയപ്പോൾ അതിൽ കൊള്ളാണ്ടായി. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് അത് ഡൈനിങ് ഹാളിലെ ഷോക്കേസിലേക്ക് മാറ്റിയിട്ട് ഇതിലിപ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മക്കൾക്ക് പെട്ടെന്ന് തന്നെ കയ്യെത്താത്തൊരു ഭാഗം അതായതുകൊണ്ട് ഇതിലെന്തെങ്കിലും വെച്ചാലും വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാണ്ട് അങ്ങനെ ഇരിക്കും. പിന്നെ ഈ ഒരു ഗ്രാസ് സ്റ്റെപ്പ് മിൽക്ക് കൊണ്ടുവന്ന ഗ്രാസ് മുറിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു പീസ് കിട്ടിയപ്പോൾ ഞാൻ ഇതിന് പാകത്തിന് കട്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. നല്ലൊരു ഭംഗിയാണ്. അതിൽ ലൈറ്റ് ഇടുമ്പോൾ ആ ഒരു പച്ച കളറും അതിൽ ഇങ്ങനെ ഓരോന്ന് വെക്കുമ്പോഴും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. ഇതിലൊക്കെ നിറയെ പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴും അങ്ങനെ എടുക്കാത്തൊക്കെ സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതിലൊക്കെ നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങി തുണി വെച്ചിട്ട് തന്നെ ഒന്നും ഇങ്ങനെ പൊടി തട്ടിയെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോകണമുണ്ട് കേട്ടോ. ചെറിയൊരു പൊടിയാണ്, മറാലപ്പൊടി പോലത്തെ ചെറിയൊരു പൊടിയാണ് കേട്ടോ. അതങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഏതായാലും എടുത്തതല്ലേ, ക്ലീൻ ആക്കാൻ നിൽക്കുകയാണല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെൻറ്ററിലിരിക്കുന്ന ഈ ഒരു ട്രീ എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ. അതും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മക്കളെടുത്താലും ഈ ഒരു സാധനം ഞാൻ മക്കൾക്ക് അങ്ങനെ കൊടുക്കില്ല കേട്ടോ. അവർക്ക് എത്തുന്ന രൂപത്തിൽ എത്താത്തൊരു സ്ഥലത്ത് വെച്ചതും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വെറുതെ കിടത്തി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ കിട്ടാത്തൊരു ഭാഗത്തേക്ക് അങ്ങനെ മാറ്റി വെച്ചാണ് കേട്ടോ. നല്ല ഭംഗിയാണത് കാണാനായിട്ട്. ഇന്ന് ഞാൻ സോഫയുടെ കവറൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. സോഫേൻ്റെ കവർ ഞാൻ ഇന്നലെ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി മാറ്റി കൊടുക്കും. പെട്ടെന്ന് തന്നെ അഴുക്കാവും കേട്ടോ. മക്കളൊക്കെ ഇരിക്കണതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഴുക്കാവും. അപ്പോൾ ഞാൻ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ മാറ്റി കൊടുക്കും. ഇതിപ്പോൾ ഇന്നലെ മാറ്റിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്നിപ്പോൾ മാറ്റാനൊന്നും നിൽക്കണില്ല. അപ്പോൾ അതിൽ മറൽ തട്ടുമ്പോൾ വേണ്ട പൊടികളൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. വേറെ കച്ചറകളൊന്നും ഇല്ല കേട്ടോ അതിൽ. ഇനിയിപ്പോൾ TV സ്റ്റാൻഡും ജനാലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലോർ ക്ലീനർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നല്ല പതയും നല്ല മണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ പതയൊന്നുമില്ല, നല്ല മണം ഉണ്ട്. എങ്ങനെയായാലും മണത്തിന് യാതൊരു കുറവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നല്ല പച്ച കളറാണ് കേട്ടോ, നല്ല മണമാണ്. അപ്പോൾ TV സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. TV സ്റ്റാൻഡിൻ്റെ ഉള്ളൊക്കെ ഇതുപോലെ തന്നെ 1 മാസം കൂടുമ്പോഴൊക്കെ തന്നെ ഉണ്ട് തുടച്ചെടുക്കാറ്. പുറം ഭാഗം അങ്ങനെ തുടച്ചു പോകുന്നല്ലാണ്ട് ഉള്ളിലേക്കൊന്നും അങ്ങനെ തുടക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഡെയിലി തുടക്കുകയാണെങ്കിലും കൂടിയിട്ട് ഞാൻ ഈ ഫ്രണ്ടിൽ കാണണ ഈ 2 ബോക്സ് ഉണ്ടല്ലോ, ആ ചെറിയ 2 ബോക്സ് മാത്രം തുടക്കും. ആ വലിയ ബോക്സുകളൊന്നും തുടക്കില്ല കേട്ടോ. കാരണം ചെറിയ 2 ബോക്സിലാണ് എപ്പോഴും റിമോട്ടുകൾ വെക്കാറ്. അപ്പോൾ ആ ഒരു ഭാഗം എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ കൈ ഇങ്ങനെ തൊട്ടിട്ടുള്ള അടയാളങ്ങളുണ്ട് കേട്ടോ. മക്കളൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഓരോന്ന് എടുക്കുന്ന അടയാളങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് തുടച്ചാലും മയച്ചാലും പോകാത്ത സംഭവമാണ്. അത് സോപ്പൊക്കെ ഇട്ടിട്ട് ഒരതി കളയണം. അപ്പോഴേക്കും പെയിൻ്റ് ഇളക്കി പോവാണ് കേട്ടോ. അപ്പം ഞാൻ ആ പൊടി മാത്രം ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കണുള്ളൂ. എല്ലാതിൻ്റെയും അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് പൊടി തൊട്ടി കൊടുക്കണുള്ളൂ. ഞാൻ ഈ തുടക്കണതിൻ്റെ ഇടയിൽ തുണി വന്നിട്ട് ഒലിമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. ചളി നല്ലോണം പെടുമ്പോൾ തുണി ഒന്ന് ഒലിമ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള TV സ്റ്റാൻഡിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയില്ല. ഓരോന്നും റിമോട്ടൊക്കെ ചിലപ്പം മക്കൾ എടുക്കേണ്ട വിചാരിച്ചിട്ട് വലിയ മക്കൾ മുകൾക്ക് ഇടുമ്പോൾ ആ മേലെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉള്ളിലേക്ക് മാറിപ്പോവും. അങ്ങനത്തെ ഒക്കെ ഓരോ ഇതുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് പലതും സ്ഥാനം മാറിപ്പോകൽ. ഇനി ജനാലകളും കൂടിയും ക്ലീനാക്കി എടുക്കാനുണ്ട്. ജനാലകളിലൊക്കെ ഗ്ലാസ്സിലൊക്കെ തൊട്ടിട്ട് നല്ലോണം കച്ചറുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടിലുള്ള ജനാല ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുടക്കും. നമ്മൾ സിറ്റൗട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാണുന്ന ഭാഗമാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ തുടച്ചെടുക്കും കേട്ടോ. പിന്നെ മഴ പെയ്തിട്ട് നല്ലോണം പൂപ്പലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഒരാൾ സിറ്റൗട്ടിൽ എയർപോർട്ട് ചെയറിലും മറ്റാൾ ലിവിങ് ഹാളിൽ സോഫയിൽ നിന്നിട്ട് അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇങ്ങനെ ജനാലകൾ അടക്കും തുറക്കും ചെയ്തിട്ട് ഇങ്ങനെ കളിക്കൂട്ടോ. അങ്ങനെ വരുന്ന കച്ചറകളുണ്ടത്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ വന്ന് ജനാലകൾ ഇങ്ങനെ തുറന്നിട്ടൊക്കെയാണ് ഇങ്ങനെ ഗ്ലാസ്സിൽ മേൽ കച്ചറ വരുന്നത്.
അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് നല്ലോണം കച്ചറ അറിയുകയും ചെയ്യും കേട്ടോ. പിന്നെ തുടച്ചെടുത്താൽ നല്ല വൃത്തിയായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കമ്പികളും മരങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തുടക്കുമ്പോൾ ഫുള്ളായിട്ട് തുടച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാണുമ്പോൾ ഒരു വൃത്തിയാണല്ലോ. ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും. ഇങ്ങനെ ഒന്നിങ്ങനെ വന്ന് നോക്കും കേട്ടോ. ഒന്നിപ്പോൾ വൃത്തിയാക്കി പാകണല്ലോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ എല്ലായിടവും വൃത്തിയാക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ. പക്ഷേ മനസ്സെത്തുന്നിടത്തേക്ക് മനുഷ്യനെത്തൂല എന്ന് പറയൂലേ, എന്നാൽ പോലെ ഒരു ഇടങ്ങേറ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എപ്പോഴും എല്ലായിടവും എല്ലാവർക്കും വൃത്തിയാക്കി പറ്റിയെന്ന് വരില്ലല്ലോ. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക. നമ്മൾ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ഉപ്പാക്ക് കക്കരിക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കക്കരിക്കൊക്കെ തൊലി കഴുകിയിട്ട് വട്ടത്തിൽ എരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറുനാരക്കം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനൊരു കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഉപ്പാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും കക്കരിക്ക ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ജനാലിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കക്കരിക്ക മുറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഗ്ലാസ് മുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉപ്പ സിറ്റൗട്ടിൽ തിണ്ടുമ്മൽ ഇരുന്നിട്ട് അത് കഴിക്കണമുണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങളിപ്പോൾ ഗ്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും. സ്വിച്ച് ബോർഡ് മേലൊക്കെ നിറയെ കച്ചറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും തുടച്ചെടുക്കുന്നുണ്ട്. ചുമരൊക്കെ നല്ലോണം ചുവപ്പ് കളറായിക്കും കേട്ടോ. അതൊന്നും ഞാൻ നോക്കണേനല്ല. നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത് വൃത്തിയാക്കണം തോന്നും. വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, പെയിൻറ്റ് പോകുമെന്നല്ലാണ്ട് ചളി പോവാണ്ടായിക്കും കേട്ടോ. അപ്പം ഞാൻ നമുക്ക് നോക്കണേനില്ല, അങ്ങനെ പോവാണ്. തുടയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയിക്കും കേട്ടോ. നല്ലോണം ചളി പിടിച്ചിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലിയറായിട്ട് പുറം ഭാഗം കാണുന്നുണ്ട്. 2 ജനാലയാണ് കേട്ടോ സിറ്റ് ഔട്ടൊക്കെ വരുന്നത് ലിവിങ് ഹാളിൽ നിന്ന്. അത് രണ്ടും തുടച്ചെടുത്തിട്ടുണ്ട്. കർട്ടനൊന്നും ഇന്ന് കഴുകിയെടുക്കണില്ല കേട്ടോ. കർട്ടനുമൊന്നും അധികം കച്ചറില്ല, അപ്പോൾ അതൊന്നും തിരുമ്പാൻ വേണ്ടിയിട്ട് ഊരിയെടുക്കണില്ല. അങ്ങനെ ജനാലൊക്കെ ക്ലീനാക്കൽ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. ക്ലീനാക്കി കഴിഞ്ഞാൽ വീണ്ടും മറാലിൻ്റെ ഓരോ പൊടികളൊക്കെ കൊഴിഞ്ഞാടാണ്ടാവും. അപ്പോൾ അത് അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അടിച്ചു വരേണ്ടി വരും കേട്ടോ. ഫസ്റ്റിന് അടിച്ചു വരാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ജനാലൊക്കെ ക്ലീനാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ അത് അടിച്ചു വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുള്ള 2-3 വീഡിയോസ് ഉണ്ട്. അതൊന്ന് പോയി കണ്ട് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിച്ചു വാരിയിട്ട് കച്ചറ കൊട്ടുന്ന ടൈമിൽ നേരെ കച്ചറ കൊണ്ടിട്ട് കൊട്ടാൻ ഒരിക്കലും നടക്കൂല കേട്ടോ. കാരണം നിറയെ മുട്ടായി കവറും പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ സംഭവങ്ങളുണ്ടാവും. അതിങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടുപോകണം ചാക്കിലേക്ക് ആക്കി വെക്കും കേട്ടോ. നിബിധനം കഴിഞ്ഞതിന് ശേഷം ഫുള്ള് മുട്ടായി കവറുകളാണ് ചാക്കിലുള്ളത്. ഒരു പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് നിറഞ്ഞിട്ടുണ്ട്. ഇത് തെങ്ങിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ടാൽ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് പെറുക്കാൻ നടക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് പെറുക്കിയിട്ട് ഇങ്ങനെ ചാക്കിലേക്ക് ആക്കി കൊടുത്താൽ പിന്നെ ആ ഒരു പണി ഒഴിവായി കിട്ടുമല്ലോ. നമ്മളെ പ്ലാസ്റ്റിക് തെങ്ങിൻ്റെ ചോട്ടിൽ നിറയൂല്ല. മീനിൻ്റെ ഇറച്ചിയുടെ ഒക്കെ കവർ കഴുകിയിട്ട് ഇട്ട് കൊടുക്കാറുള്ളത്. ഞാൻ എല്ലാവിധ പ്ലാസ്റ്റിക്കും ഇതുപോലെ ചാക്കിലാക്കി കൊടുക്കും കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കയറിൻ്റെ പൊട്ട് പോലും ഞാൻ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് ഒഴിവാക്കാറില്ല കേട്ടോ. ഇവരിങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം അവരിങ്ങനെ പറയും പ്ലാസ്റ്റിക് വൃത്തിയുള്ള കവർ കൊണ്ടുപോകുള്ളൂ, അങ്ങനത്തെ കവറുമാണ് ഇങ്ങനത്തെ കവറുവാണെന്നൊക്കെ പറയും. പക്ഷേ ഞാനതൊന്നും നോക്കാറില്ല. ഞാൻ എല്ലാവിധ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളും അവർ കൊണ്ടുപോകണ കവറിലേക്ക് ആക്കും കേട്ടോ. കൊണ്ടുപോകണമെങ്കിൽ ഫുള്ളായിട്ട് കൊണ്ടുപോകണം. പാഡും പമ്പേഴ്സും അല്ലാത്ത എല്ലാവിധ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പഴയത് കൊടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ മറ്റ് സംഭവങ്ങളൊക്കെ വിറ്റ പോണേ, അതൊക്കെ വേറൊരു ചാക്കിലേക്കാക്കി വെക്കും കേട്ടോ. ഗുളികയുടെ സ്ലിപ്പ് അടക്കം ഞാൻ പ്ലാസ്റ്റിക് കൊണ്ടുപോകണ ചാക്കിലാണ് ഇട്ട് കൊടുക്കാറുള്ളത്.
അങ്ങനെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട്. അടുക്കള ഭാഗം എത്തിയപ്പോഴാണ് കേട്ടോ ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചതാണ്. 2-3 പ്രാവശ്യം അടുക്കള തുടക്കും കേട്ടോ. നല്ലോണം കച്ചറ ഉണ്ടാവും. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമെങ്കിലും അടുക്കള വെള്ളം മാറ്റി തുടക്കും. അങ്ങനെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം മക്കളെ യൂണിഫോമൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒന്ന് തോരയിടാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഈ തോരയിടലും കൂടെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് പോകാൻ. വാഷിംഗ് മെഷീനിലാണ് കേട്ടോ തിരുമ്പാറുള്ളത്. വാഷിംഗ് മെഷീനിൽ ഞാൻ രാവിലെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉച്ചയായപ്പോഴേക്കും തിരുമ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തോരയിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തോരയിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മുകൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കയറി വരില്ല കേട്ടോ. മുകൾക്ക് കയറുന്ന ടൈമിൽ പിന്നെ മുകളിലത്തെ എല്ലാ പണികളും കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഏതായാലും കുളിക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഉണക്കുകയും ചെയ്യാലോ വെച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അങ്ങനെ കുളിയും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇന്നത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം 2:20 ആയിട്ടുണ്ട്.